എറണാകുളത്തും തൃപ്പൂണിത്തുറയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. അതേസമയം പൊതുപണിമുടക്കിനിടയിലും ജനങ്ങൾക്ക് ആശ്വാസമായി കൊച്ചി മെട്രോയും ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും വാട്ടർ മെട്രോയും റോറോ ജങ്കാറും സർവീസ് നടത്തുന്നുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം. വേറെ എവിടെയെങ്കിലും ഈ സമരാനുകൂലികൾ സർവീസുകൾ തടയുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദിവേഷ് പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ മാത്രമാണ് സാധാരണഗതിയിൽ പ്രവർത്തനം തുടരുന്ന ഒരു ഗതാഗത സർവീസ് എന്ന് പറയാൻ കഴിയുന്നത്. വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും സർവീസ് തുടരുന്നുണ്ട്. വാട്ടർ മെട്രോയിലേക്ക് ആളുകൾക്ക് എത്താനുള്ള സൗകര്യമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ മറ്റിടങ്ങളിൽ വാഹനങ്ങൾ KSRTC ആകട്ടെ, പ്രൈവറ്റ് ബസ്സാകട്ടെ, മറ്റ് ടാക്സി സർവീസുകളാകട്ടെ ഒന്നും പ്രവർത്തനം നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നഗരമേഖലയാണ്. പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്ക് അടക്കമുള്ള കേന്ദ്രങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന കളക്ടറേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടേക്കൊക്കെ ആളുകൾ എങ്ങനെ എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മെട്രോയുടെ ആണെങ്കിൽ പോലും എയർപോർട്ടിലേക്കുള്ള ഒരു ഫീഡർ സർവീസ് മാത്രമാണ് സാധാരണഗതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കാക്കനാട് കളക്ടറേറ്റിൽ ജീവനക്കാർ എത്തുന്നതിൽ സീറോ ഹാജർ നില എന്ന് പറയേണ്ടി വരും. വിവിധ തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി തന്നെ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ട്. അവരുടെ പ്രകടനമൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. അവർ അതിന് മുമ്പിൽ ആളുകളെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജോലിക്ക് വരുന്ന ജീവനക്കാരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ എത്തിയവരോട് ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നത്. ആളുകളെ നേരത്തെ കണ്ടു, ചില ആളുകളെയൊക്കെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം. ജീവനക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് ഇപ്പോൾ പലപ്പോഴും ജോലി സമയത്തിൽ വരാൻ പോകുന്ന ക്രമീകരണങ്ങൾ അടക്കം, അല്ല ശമ്പളത്തിൻ്റെ മിനിമം ശമ്പളം അടക്കമുള്ള പ്രശ്നം ഇത് ബാധിക്കുന്നുണ്ട്. എല്ലാവരും ബാധിക്കുന്നൊരു വിഷയമല്ലേ. മാത്രമല്ല ഇത് തൊഴിലാളികൾക്ക് എതിരായി, പൊതുവായി തൊഴിലാളികൾക്ക് എതിരായി വരുന്ന ഒരു വിഷയമാണ്. തൊഴിലാളികൾക്കെതിരായി ദേശീയ തലത്തിൽ വരുന്ന ഒരു ഇതിനെതിരെ കേരളത്തിൽ എല്ലാ ജീവനക്കാരും സമരം ചെയ്യണമെന്നാണ്. ഒരു വിഭാഗം, ഒരു വളരെ നോമിനലായിട്ടുള്ള വളരെ ചെറിയൊരു വിഭാഗത്തിൽ നിന്ന് കാക്കനാട് കളക്ടറേറ്റിലെ ദൃശ്യങ്ങളാണ്. 60 ലക്ഷം പോസ്റ്റ് സ്ഥിരം പോസ്റ്റ് ഒഴിഞ്ഞെടുക്കാൻ ജോലിക്കെത്തുന്ന ആളുകളെ തങ്ങളുടെ സമരത്തിന്റെ ന്യായങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സമര നേതാക്കൾ. അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പും വഴിയെല്ലാം തുച്ഛമായ ജോലിക്ക് വേതനത്തിന് ആൾക്കാരെ അവിടെ അപ്പോയിന്റ് ചെയ്യാണ്. ശരി, എന്തായാലും